വീണ്ടും സൂര്യാതാപമേറ്റ വാർത്തയിലേക്ക് തന്നെയാണ്. ഇടുക്കിയിൽ 2 പേർക്ക് സൂര്യാതാപമേറ്റു. മുട്ടം കളപ്പുരയ്ക്കൽ നാരായണൻ, പെരുമറ്റം സ്വദേശിനി ആശ എന്നിവർക്കാണ് സൂര്യാതാപമേറ്റത്. ഇരുവരും ചികിത്സ തേടി. കണ്ണൂർ ചെറുപുഴയിൽ ബെന്നി ഫിലിപ്പ് എന്നയാൾക്കും പൊള്ളലേറ്റു. രാഹുൽ വിജയനുണ്ട് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. രാഹുൽ, ഇടുക്കിയിലും സൂര്യാതാപം കൂടുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇടുക്കിയിൽ 2 പേർക്കാണല്ലോ ഇപ്പോൾ സൂര്യാതാപമേറ്റിരിക്കുന്നത്. തീർച്ചയായിട്ടും തൊടുപുഴ മേഖലയിൽ കനത്ത ചൂടാണ്. ആ മേഖലയിലാണ് മുട്ടം, പെരുമറ്റം എന്നീ സ്ഥലങ്ങളുള്ളത്. അവിടെയാണ് ഈ സൂര്യാതപം ഏറ്റിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാവിലെ ജോലി ചെയ്യുന്നതിനിടയിലാണ് മുട്ടം സ്വദേശിയായിട്ടുള്ള ആൾക്ക്, മുട്ടം സ്വദേശി കളപ്പുരയ്ക്കൽ നാരായണന് കൃഷിയിടത്തിൽ വെച്ച് പൊള്ളലേൽക്കുന്നത്. അതുപോലെ തന്നെ ആശയ്ക്ക് വീട്ടിൽ നിൽക്കുമ്പോഴാണ്, വീടിന്റെ പുറത്തിറങ്ങി തുണി വിരിക്കുന്നതിനിടയിലാണ് പൊള്ളലേറ്റത് എന്നുള്ളതാണ് അവരുടെ പ്രതികരണത്തിൽ വരികയും ചെയ്തിരിക്കുന്നത്. മുഖത്തും ഉൾപ്പെടെയാണ് പൊള്ളലേറ്റിരിക്കുന്നത്. ഈ നാരായണന് ദേഹാസ്വസ്ഥ ഉണ്ടായി വീഴുകയും പിന്നീട് ആശുപത്രിയിൽ കൊണ്ടുപോവുകയും അവിടെ എത്തി നടത്തിയ പരിശോധനയിലാണ് സൂര്യാതപം ഏറ്റിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തത്. ശരി, ഗോകുൽ കെ വേണുഗോപാൽ കൂടി ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്നും. ഗോകുൽ, കണ്ണൂർ ഇപ്പോൾ ചെറുപുഴയിലാണ് ഒരാൾക്ക് പൊള്ളലേറ്റിയിരിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? ചെറുപുഴ കുണ്ടന്തറ സ്വദേശിയായിട്ടുള്ള ബെന്നി ഫിലിപ്പിനാണ് സൂര്യാതാപമേറ്റിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന സമയത്ത് ഇന്ന് ഒരു 11:30 ആയിരുന്നു സൂര്യാതാപമേറ്റത്. അദ്ദേഹത്തിന്റെ വയറിന്റെ അടിഭാഗത്താണ് ചുവന്ന പാടുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെറുപുഴ മേഖല, അത് മലയോര മേഖലയാണ്, അവിടെയൊക്കെ ഈ പറയുന്ന പോലെ മഴയൊക്കെ പെയ്തിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ 11:30 ബെന്നി ഫിലിപ്പിന് സൂര്യാതാപം ഏൽക്കുകയായിരുന്നു. നമുക്കറിയാം, ഈ സൂര്യാഘാതമേറ്റ് സംസ്ഥാനത്തെ ഏറ്റവും ആദ്യം മരണം റിപ്പോർട്ട് ചെയ്ത് കണ്ണൂർ ജില്ലയിലായിരുന്നു. കഴിഞ്ഞ ദിവസം സനൽകുമാർ എന്ന് പറയുന്ന വള്ളിപ്പോയിൽ സ്വദേശി സൂര്യാഘാതമേറ്റ് മരണപ്പെട്ടിരുന്നു. അത് ഒന്നും രണ്ടുമല്ലാത്ത മധുസൂദൻ എന്ന് പറയുന്ന ഒരു മട്ടന്നൂർ സ്വദേശിക്കും സൂര്യാഘാതം ഏൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അടിക്കടി എല്ലാ ദിവസങ്ങളിലും ഇത്തരത്തിൽ ചൂട് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളും സൂര്യാഘാതമോ സൂര്യാതപമോ ഏൽക്കുന്ന വാർത്തകളൊക്കെ പുറത്തുവരുന്ന സാഹചര്യം കണ്ണൂർ ജില്ലയിൽ ഉണ്ട്. രസ്ന, ശരി, ഗോകുൽ കെ വേണുഗോപാലാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും സംസ്ഥാനത്തുടനീളം ഇത്തരത്തിലുള്ള ചൂടുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരികയാണ്. സൂര്യാതപവും സൂര്യാഘാതവും ഏറ്റ് മരണം വരെ സംഭവിക്കുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. എല്ലാവരും സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.